ആദ്യത്തെ ശില്പമായിട്ട് ചെയ്തത് ഇതാ. കൊള്ളാം, വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. 1200 രൂപയ്ക്ക് ഫ്രൂട്ട് ഒരു കിലോയ്ക്ക് കിട്ടും. പക്ഷെ ഞാൻ ഇവിടെ ഫ്രൂട്ട് കൊടുക്കണില്ല. ആ പൈനാപ്പിളും ഇതിനകത്ത് ആഡ് ചെയ്ത് നമ്മൾ 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അടിക്കുക. അപ്പോൾ ഞാൻ വേര് മുതൽ ഇതിൻ്റെ ഇല വരെ ഉപയോഗിക്കാം. അതിൻ്റെ ഈ ഇല കണ്ടോ, ഇതൊരിക്കലും നമ്മൾ വേറൊരു പഴത്തിൽ കണ്ടിട്ടില്ല. നല്ല സൂപ്പർ ആയിട്ടുള്ള ജ്യൂസാണ്. ഇതാണ് നമ്മുടെ ഷാജി പപ്പന് വേണ്ട നീലക്കൊടുവേലി. അപ്പം ഇനി ചേട്ടന് കുറച്ച് ശീലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടൻ ശീല നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിർമ്മിച്ച കൂട്ടത്തിലുള്ളതല്ലേ ശ്രീനാരായണ ഗുരു? ഇത് ഇപ്പൊ ഒരു ഏതാണ്ട് ഒരു 10 വർഷത്തിന് മുകളിലെ ഞാൻ ഇത് ചെയ്തിട്ട്. ഞാൻ ഇതിന്റെ ഒരു കാര്യം ഞാൻ പറയാനും, ഞാൻ ഒരു ആർട്ടിസ്റ്റ് അല്ല, ഞാനിത് ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ ഒരിക്കലും സ്കൂളിൽ പോയി പഠിക്കാൻ മറ്റു കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സിലുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അതിന്റെ പിൻബലത്തിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ അറിയാവുന്നവരുടെയൊക്കെ ഇതിന്റെ ഒരു ഉപദേശം തേടും. പിന്നെ കുറെ നമ്മൾ ഇതിന്റെ അളവുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കാനിടയായി. അതാണ് എൻ്റെ ഗുരു. അങ്ങനെ ചെയ്തതാണ് ഇപ്പൊ നമ്മൾ ഈ കാളിയാമർദ്ദനം. ഞാൻ എൻ്റെ ശില്പം തുടങ്ങുന്നതിൽ ആദ്യത്തെ ശില്പം ഇതാണ്. ഇതാദ്യം ഞാനിതിങ്ങനെ ചെയ്തത്, ആദ്യത്തെ ശില്പമായിട്ട് ചെയ്തത് ഇതാ. വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പൊ രൂപത്തിൽ ഇത്തിരി മാറ്റമൊക്കെ വന്നെങ്കിലും പക്ഷെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഗുരുദേവനെ ചെയ്തത്. പിന്നെ കാളിയാമർദ്ദനം ചെയ്തിട്ട് 2 വർഷമായിട്ടുള്ളൂ. പിന്നെ അപ്പുറത്തിരിപ്പുണ്ട് ശില്പങ്ങളൊക്കെ, അപ്പുറത്ത് വേറെ ഉണ്ട്. ഇനി നമുക്ക് ബാക്കി ചേട്ടന്റെ കൃഷികളെ പറ്റി സംസാരിക്കാം. അപ്പം ചേട്ടൻ ഒരുപാട് കൃഷി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം ഇവിടെ എങ്ങും അധികം കിട്ടാത്ത തരത്തിലുള്ള ഫലങ്ങൾ കഴിക്കുന്ന കുറച്ച് കൃഷികൾ ഉണ്ടാകുന്ന ചേട്ടൻ പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഇപ്പോൾ വളരെ ട്രെൻഡഡ് ആയിട്ടുള്ള ഒരു കൃഷി. ഇത് പേരെന്താണ്? ഗാക് ഫ്രൂട്ട്. ഇത് വിയറ്റ്നാമീസ് ഐ ഫ്രൂട്ട്. ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് മഞ്ഞപ്പുറയുള്ള ഒരു ജോജോ ചേട്ടനുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ അതുപോലെ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അങ്ങനെ വിത്ത് കളക്ട് ചെയ്തു. ആ വിത്ത് ഞാൻ നട്ടു. ആ വിത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായതാണ് ഈ വർഷം എനിക്ക് നല്ലൊരു വരുമാനം ഈ വിത്തിൽ നിന്ന് കിട്ടി. ഇതിന് എത്ര രൂപ വില വരും? ഇതിപ്പോ ഒരു 1200 രൂപ, നമ്മുടെ 1500 പലയിടത്തും 1200 രൂപയ്ക്ക് ഫ്രൂട്ട് ഒരു കിലോയ്ക്ക് കിട്ടും. പക്ഷെ ഞാൻ ഇവിടെ ഫ്രൂട്ട് കൊടുക്കുന്നില്ല. പറഞ്ഞാല് ഇപ്പൊ തന്നില്ലേ, ഞാൻ ജ്യൂസ് കുടിച്ചില്ലേ, എനിക്കിവിടെ ജ്യൂസിന് അത്യാവശ്യം തരക്കേടില്ലാത്ത വിൽപ്പനയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു ഫ്രൂട്ടാ പഴുത്ത് വെക്കുന്ന, അത് പഴുത്ത് വെക്കുന്ന ഫ്രൂട്ടാ. ഇതിപ്പോ നമുക്ക് 1/2 കിലോ മിനിസം വരും ഈ ഫ്രൂട്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരു 25 ജ്യൂസ് മിനിമം അടിക്കാം ഒന്നിൽ നിന്ന്. അപ്പൊ ഇതിന്റെ അടുത്ത് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാ? ഇത് പല ആൾക്കാരും കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്. ഇത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പലർക്കും ഈ ഫ്രൂട്ട് കഴിക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല. അതിന് കൃത്യമായിട്ട് ചില ചേരുവകളുണ്ട്. അത് ഞാൻ എൻ്റെ ഭാര്യനെ വിളിക്കാം. പുള്ളിക്കാരിക്കാണ് അതിൻ്റെ ആളെ. ഇത് കൃഷി ചെയ്തപ്പോൾ തന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പലരും വന്നിട്ട് ചോദിച്ചു. ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചു, ചേട്ടാ ഈ കൃഷി ചെയ്തിട്ട് ഈ സാധനം ഇത് ഒന്നിനും കൊള്ളില്ലാത്തൊരു സാധനമല്ലേ ചേട്ടൻ, എന്തിനാ ഈ പാട് കഴിഞ്ഞ് ഇത് കഴിക്കാൻ കൊള്ളാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരാരും ഇത് കഴിച്ചിട്ടില്ല. ഇത് കഴിക്കാൻ അറിയില്ല ശരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രൂട്ടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരു 20 ജ്യൂസ് അടിക്കാനുള്ള പഴം ഉണ്ടെന്ന് പറയില്ല. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നിറത്തിലുള്ള പഴം പറിച്ചെടുക്കാം. പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ വട്ടം മുറിച്ചതിന് ശേഷം ഇതിന്റെ മൊത്തത്തിൽ ഇതിന്റെ തോട് കനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1 mm കനം ഉണ്ടാവുള്ളൂ. അത് എന്നിട്ട് പ്ലാസ്റ്റിക് പോലെ നല്ല കനായിരിക്കും. അതിനന്ന് ഫുള്ളായിട്ട് ഇത് വടിച്ചെടുക്കാം. ഇത് വടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിന്റെ കുരു നീക്കം മാറ്റി വയ്ക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് നല്ല റെഡ് കളറിലും യെല്ലോ കളറിലുള്ള ജെല്ലായിരിക്കും. റെഡ് നടുക്കും, ബാക്കി യെല്ലോ കളറിലുള്ള ഇതായിരിക്കും. ആ ജെല്ല് നമ്മൾ കുരു മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരയ്ക്കാം. അരച്ചതിന് ശേഷം ഇത് അത്യാവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ശരിക്കും ചൂടാറണം. ചൂടാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഈ പഴം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 1/2 കിലോ വരും എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു 1/2 കിലോ വരുന്ന ഒരു പൈനാപ്പിൾ, അതിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ ആ ശരിക്കുള്ള കറുത്ത മുള്ളും ചെത്തി കളഞ്ഞ പൈനാപ്പിൾ എടുക്കാം. ആ മുള്ള് വെച്ചേക്കരുത്. അതുകൂടി കഴിഞ്ഞിട്ട് ആ പൈനാപ്പിളും ഇതിനകത്ത് ആഡ് ചെയ്ത് നമ്മൾ 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അടിക്കുക. ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ടിട്ട് അടിക്കുക. വളരെ നല്ല ടേസ്റ്റ്, പ്രത്യേക തരം, നമ്മൾ അധികം ടേസ്റ്റ് ചെയ്തില്ലാത്തൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടപ്പെടും. തേനും കൂടെ ഒഴിക്കുന്നതുകൊണ്ട് നല്ല മധുരവും വേറെ എന്തൊക്കെ നമുക്ക് പറയാൻ ചിലപ്പോൾ കുടിച്ചവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് ആയിരുന്നു കേട്ടോ. അത് ഗാക് ഫ്രൂട്ട് അല്ലേ? ഗാക് ഫ്രൂട്ട് ഇതാണ്. ഒരുപാട് കുറച്ച് പണിയുണ്ട് ഇത് ജ്യൂസ് അടിച്ച് വെക്കണമെങ്കിൽ. പലർക്കും ഇത് ശരിക്കും പറഞ്ഞ കൃഷി ചെയ്യുന്നവർക്ക് പോലും ഇത് ഇന്നും ഒരു കഴിക്കണേ എങ്ങനെയാണെന്ന് അറിയില്ല. പലരും ഇത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു വെച്ചാൽ, ഒരു സാറ്
ആലപ്പുഴയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മകൾ കൂടി വന്നു, മകളൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, ഞാനിത് വെട്ടി കുറച്ച് കളഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ അബദ്ധം കാണിക്കില്ലായിരുന്നു സാറേ. ഒരാൾ എന്നോട് പറഞ്ഞു ഇത് ഇത് എങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതിനകത്ത് ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് വെറുതെ മിക്സിക്കകത്ത് അരച്ചിട്ട് തേൻ ഒഴിച്ച് കഴിച്ചാൽ മതി. എനിക്ക് എന്തോ ഒരു വല്ലായ്മയായിരുന്നു അത്. ഞാൻ പറഞ്ഞു സാറ് അബദ്ധമല്ല കഴിച്ചത് സാർ, അത് വെട്ടി കുറച്ച് കളഞ്ഞേ, സാർ അത് ഇന്ന മാതിരി ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്ക് ആ നിർദ്ദേശം വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ അടുത്ത് ഒരു പാക്കറ്റ് വിത്ത് കൂടെ വാങ്ങിച്ചിട്ട് അദ്ദേഹം പോയത്. നമുക്ക് ബാക്കിയുള്ള കൃഷികളിലേക്ക് നമുക്ക് ഇത് കണ്ടോ, നാട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്നു അല്ലാത്തതായിട്ടുള്ള പച്ചമരുന്നുകൾ. ആ ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നിലപ്പന വീട്ടിലെ ഞാൻ ഈ ബോർഡൊക്കെ എഴുതി വെച്ചാൽ ഇവിടെ പോലെ ഇങ്ങനെ പലരും വരുമ്പോൾ ഞാനില്ലെങ്കിൽ പോലും അവർക്കൊന്ന് ഒരു മനസ്സിലാകാവുന്ന രീതിയിലാണ്. അത് നിലപ്പന, ഇത് നമ്മുടെ നീർമാതളം. സാധാരണ മാതളമാണ്. മാധവിക്കുട്ടിയുടെ നോവലിൽ കൂടിയാണ് നീർമാതളം എന്നുള്ളൊരു പേരിനായി പ്രാധാന്യം കിട്ടിയത്. പിന്നെ നമ്മുടെ കറുത്ത മഞ്ഞൾ, ഇത് കരിമഞ്ഞൾ. കരിമഞ്ഞൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു മാർക്കറ്റിൽ 3000 രൂപ വിലയുണ്ട്. 2000-2500 ആരും പഞ്ഞമില്ല. ഇത് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതോടുകൂടി തന്നെ നമുക്ക് ആരോഗ്യകരമായ നമ്മുടെ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൂടിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടന്റ്. ഇത് തുളസി വെറ്റില എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇതാണ് തുളസി വെറ്റില. നമ്മൾ സാധാരണ മുറുക്കുന്ന വെറ്റില അല്ലാതെ അല്ല, നമ്മളിവിടെ ഞങ്ങൾ പൊള്ളലിന് എണ്ണ കാച്ചുന്നുണ്ട്. ഏത് ബേൺസിനാണെങ്കിലും എണ്ണ കാച്ചുന്നുണ്ട്. ആ എണ്ണയുടെ പ്രധാനപ്പെട്ട ചേരുവ ഇതാണ്. അതോടൊപ്പം തന്നെ മറ്റു മരുന്നുകൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പെപ്പർമിൻറ്റ് ചേർക്കുന്നുണ്ട്, പെപ്പർമിൻ്റ് ഒക്കെ പറയുന്നുണ്ട്, പെപ്പർമിൻറ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഈ മുക്കുറ്റി അങ്ങനെയുള്ള മരുന്നുകളൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ചേരുവകളായിട്ട് ചേർക്കുന്നത്. അങ്ങനെ എണ്ണ കാച്ചുന്നത് പൊള്ളലിന് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഉമ്മം എന്നാണ് ഇതിൻ്റെ പേര്. ഉമ്മം. ഇത് നമ്മൾ ഈ ആസ്മ രോഗങ്ങൾ പോലുള്ള രോഗങ്ങളില്ലേ, അതിന് ഇതിന്റെ സമൂലം എന്ന് പറഞ്ഞാൽ വേര് മുതൽ ഇതിന്റെ ഇല വരെ ഉപയോഗിക്കാം. ഇതിന്റെ കായ്, പൂവ്, ഇല എല്ലാം ഉപയോഗിക്കാം. ഇപ്പൊ പൂവ് ഇന്നിപ്പോ രാവിലെ പൂവുണ്ടായിരുന്നു, ഇതിപ്പോ പൂവ് മങ്ങിപ്പോയി. ഇത് ചിറ്റരത്ത. ഇത് കൊച്ചു കുട്ടികളുടെ തലയിലിടുന്ന രാസനാദിപ്പൊടിയില്ലേ, ഇതിന്റെ കിഴങ്ങെടുത്ത് പൊടിച്ചിട്ടാണ് കൊച്ചു കുട്ടികളുടെ തലയിൽ ഉപയോഗിക്കാൻ രാസനാദിപ്പൊടിക്കാണ്ട് ഉപയോഗിക്കുന്നത്. ഇത് കറുത്ത ഇഞ്ചി. ഇത് നമ്മുടെ നാട്ടുകാരനല്ല, ശരിക്കും ഇത് തായ്ലൻഡുകാരനാണ്. ഇപ്പൊ കേരളത്തിൽ വളരെ പലരും അത് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഓരില. കഷായത്തിൽ ഇതില്ലാതൊരു ഒരു കഷായമില്ല, ഓരിലില്ലാത്തൊരു കഷായം, ഇല്ലാത്ത കഷായത്തിന് പ്രധാനപ്പെട്ട ഒരു കഷായമാണ്. അങ്ങനെ കാട്ടുചെത്തി. ഇത് സാധാരണ പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല. ഇതിന്റെ പൂവിന്റെ പ്രത്യേകത ഉണ്ടോ, ഒരു 3-4 അല്ലി ഉണ്ടാവുള്ളൂ. സാധാരണ പൂവിനെ പോലില്ല. ഏറ്റവും ഔഷധവീര്യം അടങ്ങുന്ന ഒരു ചെത്തിയാണ് കാട്ടുചെത്തി. എൻ്റെ അടുത്ത് 3 തരം ചെത്തിയുണ്ട്. ഇപ്പോൾ 3 തരത്തിലുള്ള ചെത്തിയുണ്ട്. അതായത് പൂവ് പിടിക്കുന്ന പൂവിനുള്ള ചെത്തിയുണ്ട്, കഷായ ചെത്തിയുണ്ട്, കാട്ടുചെത്തിയുണ്ട്. 3 ചെത്തി. ഇത് അത് പറഞ്ഞ കാട്ടുചെത്തിയാണ്. നമ്മൾ ഒരുപാട് ഇത് ഔഷധവീര്യം കൂടുതലാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഇല ചെറുതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പൂ കണ്ടോ, ഈ പൂവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2-3 പൂവ് ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ അത് വിശ്വാസമാണെങ്കിൽ എന്താണെങ്കിലും സത്യമാണെങ്കിലും ഈ സ്ത്രീകൾ അശുദ്ധമായിരിക്കുന്ന സമയത്ത് ഇത് തൊടുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നശിച്ചു പോകും എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നത് അതങ്ങനെയാണ്. പറഞ്ഞൊരു പ്രത്യേകതരം ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ലെമൺ വൈൻ എന്നാണ് പറയുന്നത്. ലെമൺ വൈൻ. ഇത് ശരിക്കും ഫ്രൂട്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറിച്ചു തന്നെ പഴമായിരിക്കും ഞാൻ പറിച്ചു തന്നെ. അതും നമ്മുടെ നാട്ടിലുള്ളതല്ല. ഇത് എനിക്ക് തോന്നുന്നത് മിക്കവാറും തായ്ലൻഡൊക്കെ ആയിരിക്കണം. കാരണം ഇത് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ പലയിടത്തും തുടങ്ങി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടോ, ഈ ഫ്രൂട്ടിൽ ഇല കണ്ടെന്നുണ്ട്. ഈ ഇല കണ്ടോ, ഇത് ഒരിക്കലും നമ്മൾ വേറൊരു പഴത്തിൽ കണ്ടിട്ടില്ല. ഇത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലതാണെന്നാണ് പൊതുവിലുള്ളൊരു അഭിപ്രായം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് ഏകദേശം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും ഗൂഗിളിൽ. ഇതിന്റെ എത്രമാത്രം കണ്ടന്റ് സെർച്ചൊക്കെ ഇതുണ്ടെന്ന് അറിയണമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ മറ്റേ ജാക്ക് ഫ്രൂട്ട്, അത് ക്യാൻസറിനെ വരെ ചെറുക്കാൻ, പ്രതിരോധിക്കാൻ വളരെ ശക്തിയാണെന്നുള്ളതാണെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. ബാക്കി പോവാം. ഇതൊക്കെ മരുന്ന് ഔഷധ ചെടികളാണ്. ചെടികൾ ഒരുപാടുണ്ട്. ഇതുണ്ട്. ഇതിപ്പോ താഴേക്കുണ്ട്, നമ്മൾ പൊള്ളലിന് എണ്ണ കാച്ചുന്നുണ്ട്. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള ചെടികൾ നോക്കിയിട്ടുണ്ട്. വീഡിയോ നീണ്ടു പോകും. ഇപ്പൊ കൃഷി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇതിപ്പോ ഞാനിപ്പോ ഏതാണ്ട് ഒരു 2 വർഷമായി. ഇതിപ്പോ അത് അപ്പുറത്തൊക്കെ കറുത്ത മഞ്ഞൾ, കറുത്ത ഇഞ്ചിയൊക്കെയാണ്. ഞാൻ ആ ഭാഗത്തൊക്കെ. കൃഷിക്ക് മുമ്പ് എന്തുവായിരുന്നു? ഞാൻ കാർപ്പൻ്റർ ആയിരുന്നു. അപ്പോൾ കാർപ്പൻ്ററി ജോലിയൊക്കെ നിർത്തി കഴിഞ്ഞ് അങ്ങനെ സ്വസ്ഥമായി കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഇതിപ്പോൾ ഒരു 12 സെൻറ്റ് സ്ഥലമുള്ള വീടും കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ സ്ഥലം അങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയല്ലോ. അപ്പം നമുക്ക് ഒരു ചെയ്യാൻ പറ്റിയൊരു തൊഴിൽ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എനിക്കൊരാളൊരു കിരിയാത്തിൻ്റെ ഒരു തൈ തന്നു. എനിക്കൊരു രസം തോന്നി. അത് കഴിഞ്ഞപ്പോൾ ഒരു കറുവപ്പട്ടയുടെ തൈ കിട്ടി. പിന്നെ എനിക്ക് അതിങ്ങനെ പറ്റുപിടിക്കാൻ തോന്നില്ല. അത് പിന്നെ ക്രൈസായി. പിന്നെ ഞാൻ നാഗാർജുനയുടെ ഹെർബൽ പ്ലാന്റേഷനായിട്ട് ബന്ധപ്പെടാറുണ്ട്. അവിടെ നിന്ന് എനിക്ക് നല്ല നല്ല തൈകൾ, നമുക്ക് ഇല്ലാത്ത തൈകളൊക്കെ ഞാനിപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരും. അതിലിപ്പോൾ നമുക്ക് ദൈവം അടുത്തവിടെ കൊണ്ടുവന്നൊരു തൈയാണിത്. മധുരത്തുളസി എന്നാ പറയാം. ഇത് മധുരത്തുളസി പറയണല്ല, നല്ല മധുരമാണ്. ഇതിപ്പോൾ ഇല നമുക്ക് പൊട്ടിക്കാറായിട്ടില്ല. എന്നാലും ഞാൻ ഒരു ഇല പറിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ പഞ്ചസാരയുടെ മധുരമായിരിക്കും ഇലയ്ക്ക്. ഇതാണ് അതിന്റെ മധുരത്തുളസി. കുറച്ചുകൂടി വലിപ്പാവുകയല്ല.
മധുരമുള്ള ഇല ഞാൻ ആദ്യമായിട്ടാണ് ഈ മധുരമുള്ള ഇല കഴിക്കുന്നത്. ഇത് മധുര തുളസി എന്നാണ് പറയുന്നത്. മധുര തുളസി. അപ്പോൾ സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ ചെടി വലുതായി ഇതിപ്പോൾ ഞാൻ അടുത്ത ദിവസം കളക്ട് ചെയ്തൊരു തയ്യ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല എടുത്ത് നമ്മൾ ഉണക്കി വെക്കും. ഉണക്കി വെച്ചിട്ട് നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷുഗർ പേഷ്യൻറ്റിന് ഈ കഴിക്കുന്ന ഭക്ഷണമല്ലേ ചായയൊക്കെ അവർക്ക് ഏറ്റവും ഇത് വിക്സ് തുളസിയാണല്ലേ? അതെ, വിക്സ് തുളസി. അപ്പൊ ഇതിന്റെ ഒരു ഇല നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ ഇല മണപ്പിച്ച് നോക്കുമ്പോൾ നമ്മള് വിക്സ് മിഠായിയുടെ ആ ഒരു മണവും പിന്നെ മിന്റിന്റെ മണവും അങ്ങനെയൊക്കെ ഉള്ള ഒരു മണമാണ്. പെപ്പർമിന്റ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് പേര്. അപ്പം ഇപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു തണുപ്പ് വരുന്നത് വായിലകത്ത്. അപ്പം മിന്റ് കഴിക്കുമ്പോൾ വരുന്ന ടേസ്റ്റ് ഒക്കെ തന്നെ ഉണ്ട്. കൊള്ളാം. ഇനി അടുത്ത് പറയുന്നത് ഇനി ഒരു പാൽ തുളസിയും കൂടെ കിട്ടാനുണ്ട് എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? പാൽ തുളസി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പാലില്ലേ, പാലിന്റെ ടേസ്റ്റും സ്വാദും അതുള്ളത് പാൽ തുളസി. അത് ഉടനെ ഒപ്പിക്കും. അത് ഒപ്പിക്കും, ഞാൻ അവിടെ ചെന്ന് നോക്കി അപ്പോൾ എത്തിയിട്ടില്ല, സാധനം എത്തിയിട്ടില്ല. അപ്പൊ ഞാനൊരു 2 മാസം കൂടുമ്പോൾ അവിടെ നാഗാർജുനയുടെ ഹെർബൽ പ്ലാന്റിൽ പോകും. പുതിയ തൈ വരുമ്പോൾ ഞാൻ അവിടെ കളക്ട് ചെയ്ത് കൊണ്ടുവരും. അവർ വിളിക്കുമോ അതോ? അല്ല, ഞാൻ പോകും. വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവർ വന്നു നോക്കാനേ പറയുള്ളൂ. കാരണം അവർക്ക് എല്ലാവർക്കും അറിയില്ലല്ലേ ഏതൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ വന്നു നോക്കാനേ പറയുള്ളൂ. ഇതാണ് നമുക്ക് കഷായത്തിൽ ഉപയോഗിക്കുന്ന ചെത്തി. ഇത് ഈ നമ്മൾ സാധാരണ ചെത്തി എന്ന് പറഞ്ഞാൽ പൂവിന് വേണ്ടിയിട്ടുള്ള ചെത്തി. അതിന്റെ വലിയ കുട പോലത്തെ പൂവായിരിക്കും. ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ പൂവ് നമുക്ക് ഒരുപാട് വലിപ്പമുള്ള പൂവായിരിക്കില്ല. ഇതുണ്ടോ, ഒരു ഇത്രയുള്ള ഒരു കട്ടയായ ഒരു ഇതായിരിക്കുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഈ ചതുരമുല്ലയുടെ പൂവ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അതിന്റെ പൂവ് പോലെ തന്നെ ചുമപ്പ് കളറായി ചതുരമുല്ലയുടെ പൂവ് പോലെ തന്നെ ഇതിന്റെ പൂവ് ഇരിക്കുള്ളൂ. ഇതിന്റെ വേരാണ് നമ്മൾ ഈ കഷായത്തിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. കഷായ ചെത്തി എന്ന് പറയുന്നത്. അങ്ങനെ 3 തരം ചെത്തി ഇപ്പം ഓൾറെഡി നിലവിലുണ്ട്. ഇതൊക്കെ നോക്കി ഇതിന്റെയൊക്കെ തൈകളാണ് ഞാൻ ഉത്പാദിപ്പിക്കുന്ന തൈകളാണ്. ഇത് നീലക്കൊടുവേലി. ഏതാണ് നീലക്കൊടുവേലി? ഇത് നീലക്കൊടുവേലി. ഇതാണ് നമ്മുടെ ഷാജിപ്പന് വേണ്ട നീലക്കൊടുവേലി. ഇത് ഇവിടെ ഒന്നുണ്ടാവും. ഇത് ശാസ്ത്രം പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വടക്കൂട്ട് പോയ വേര് അത് ഉപ്പൻ മുറിച്ചെടുത്ത് ഉപ്പന്റെ കൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ വേരാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒഴുക്കിനെതിരെ നീന്തുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയലുണ്ടെന്നല്ല, ഞാനത് കണ്ടിട്ടില്ല. ഇതിന്റെ ശരിക്കുള്ള ഉപയോഗം എന്താണ്? ഇത് കൂടുതലും നമുക്ക് ഈ എന്താ പറയാ, നമ്മുടെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. അതെങ്ങനെയാണെന്നുള്ള അതൊക്കെ വൈദ്യന്മാരൊക്കെ പറയേണ്ടി വരും. കാരണം നമുക്ക് മരുന്ന് ഔഷധങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നോക്കുള്ളൂ. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വൈദ്യത്തിനേടി വൈദ്യന്മാരായാലും പറയേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മുടെ ചേട്ടന്റെ ഇവിടെ ഗാർഡന്റെ വിശേഷങ്ങൾ വരുന്നത്. ഇതാണ് ഈ ഒരു ചങ്ങലം വരണ്ടെന്ന് പറഞ്ഞ ചെടി. ഇത് കഴിക്കാനും കൊള്ളാം, എണ്ണ കാച്ചാനും കൊള്ളാം, നമുക്ക് എന്താ പറയാ ഒടിവിന് വേണ്ടി വെച്ച് കെട്ടാനും കൊള്ളാം. അങ്ങനത്തെ ഒരു സാധനമാണ്. കഴിക്കാൻ കൊള്ളാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് നമുക്ക് ചമ്മന്തിയാക്കാം, ചമ്മന്തി പൊടിയാക്കാം, എണ്ണ കാച്ചി നമുക്ക് ഇതിന്റെ ഈ പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുടി കൊഴിച്ചിൽ, അകാലനര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വളരെ ഉപകാരമുള്ളതാണല്ലോ. വളരെ ഉപകാരമുള്ളതാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ തൈകൾക്കും ഓരോ സവിശേഷതകളുണ്ട്. കാറ്റടിക്കുമ്പോൾ ഇത് ഇങ്ങനെ പയ്യെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഇങ്ങനെ കറങ്ങും. പക്ഷെ ഇതിനൊരു ചെറിയ പാളിച്ച എന്ന് പറഞ്ഞാൽ ബെയറിംഗ് സെറ്റ് ചെയ്യാൻ പറഞ്ഞവൻ അന്ന് വെൽഡ് ചെയ്തെന്ന് കഴിയുമ്പോൾ അത്ര അങ്ങോട്ട് പറ്റിയില്ല. അത് കാരണം ഒരു രഹസ്യ പാളിച്ച പറ്റി. ഞാൻ ആദ്യം ഇത് ചരടിലെ കെട്ടിയിരുന്നേ. അപ്പൊ ഇതിന് വെയിറ്റ് താങ്ങൂല ചരടിയിൽ. അതാണ് ബെയറിംഗ് സെറ്റ്. അവർക്ക് ഇതിന്റെ ഒരു ഉപകാരം ഇല്ലാത്തതുകൊണ്ട് അവർ ആ സെറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയ പാളിച്ച പറ്റി. അങ്ങനെയാണ്. നല്ല രസമാണ്. പിന്നെ നമുക്കിത് ക്രിസ്മസ് ട്രീ ആയിട്ട് താഴെ ഉപയോഗിക്കാം. സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റേ ഈ ഇലുമിനേഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പ്രാവശ്യം ക്രിസ്മസ് ഞാൻ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേട്ടന്റെ കട കൂടി നമുക്ക് പരിചയപ്പെടാം. ഈ കടയിൽ വന്നാലും നമുക്ക് ഏടാകുടങ്ങളുടെ വിൽപ്പനയുണ്ട്. അപ്പം ഈ ഗാക്ക് ഫ്രൂട്ടിന്റെ ജ്യൂസ് വേണ്ടവരും നമുക്ക് ചേട്ടൻ്റെ കടയിൽ വന്നാലേ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ചേട്ടൻ്റെ കട കൂടെ നമുക്കൊന്ന് കാണാം. അപ്പം ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ കട, അമ്മു സ്റ്റോഴ്സ്, കപ്രിക്കാട് വന്നിട്ട് ആനകളുടെ ട്രെയിനിങ് കേന്ദ്രത്തിലായിട്ട് പോകുന്ന വഴിക്കുള്ളതാണ്. അപ്പം ഇവിടെ വന്നാൽ കിട്ടും നമുക്ക് ചേട്ടൻ്റെ ഗാക്ക് ഫ്രൂട്ട് ജ്യൂസിന്റെ വില എത്രയാണ്? ജ്യൂസ് നമ്മൾ 50 രൂപ. അപ്പം ജ്യൂസ് കൂടെ കുടിക്കാം. അപ്പം ഇതാണ് ചേട്ടൻ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഏടാകുടം പല റേറ്റിലുള്ള സാധനങ്ങൾ നമുക്കുണ്ട്. അപ്പം ഓരോന്നിനും പല റേറ്റുകളാണ്. പിന്നെ അതോടൊപ്പം എനിക്കൊരു കാര്യം പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഈ സാധാരണ ഓട്ടിസം ബാധിച്ച പിള്ളേരുള്ള അതുപോലെയുള്ള സ്കൂളുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഞാനത് അങ്ങനെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു മിതമായ വിലയ്ക്ക് അവർക്ക് കൊടുക്കും. കാരണം അത് അവർക്കും ഗുണമായി, എനിക്കും ഒരു സന്തോഷമായി. അങ്ങനെ ചെയ്യാല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ചേട്ടൻ അങ്ങനെ എത്തിച്ചു കൊടുക്കുമല്ലേ? അത് കൊടുക്കാം. അത് കുഴപ്പമില്ല. നമുക്ക് അപ്പൊ ചേട്ടന്റെ ഡീറ്റെയിൽ നമ്മള് ഉണ്ടാവും. അപ്പം നമുക്ക് എന്തായാലും നമുക്കിനി ഗാക്ക് ഫ്രൂട്ട് കൂടെ കുടിച്ചിട്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ ഗാക്ക് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ജ്യൂസാണ്. നമുക്ക് ഇനിയിപ്പം ഇത് വന്നാൽ മസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ മേടിച്ച് കഴിക്കാവുന്ന, യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ജ്യൂസുകളല്ല. ഇത് വീട്ടിൽ തന്നെ വരുന്ന
ഫലത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ യാതൊരുവിധ കെമിക്കലും ഇല്ലാത്ത ചേർക്കലുള്ള ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നുമില്ല. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞു. ഈ പഴം, ഡാർക്ക് ഫ്രൂട്ട്, പിന്നെ നമ്മൾ പൈനാപ്പിൾ, അല്പം ഹണി, ഇതല്ലാണ്ട് വേറെ ഒന്നും ഇതിനകത്തില്ല. തന്നെയുമല്ല പരമാവധി നമ്മൾ ഇത് അന്നന്ന് അടിച്ചെടുക്കാറാ പതിവ്. രാവിലെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മിക്കവാറും ഇവിടുത്തെ ഈ അന്തരീക്ഷമായിട്ട് ജ്യൂസ് തീരും. മാക്സിമം എല്ലാവരും ഇത് വരുന്ന വഴിക്ക് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇതോടുകൂടി നമ്മുടെ ചേട്ടൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഏടാ കൂടെ മേടിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് യാത്ര പോവുകയാണ്. നമ്മളിപ്പം ഡ്രീംസ് ഓൺ വീൽസിൻ്റെ വീഡിയോ നമ്മളിതാ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം ഓക്കെ ബൈ.